അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയ യാത്രയെക്കുറിച്ചാണ്. ഒരു വലിയ രഹസ്യമുണ്ട്. ആ രഹസ്യം ഒരിക്കൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്കൊന്നും പഴയ അർത്ഥമായിരിക്കില്ല. നമ്മളിൽ പലരും രാത്രി സ്വപ്നത്തിൽ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാറുണ്ട്, അല്ലേ? ചിലപ്പോൾ ഭയത്തോടെയാകും നമ്മൾ ഉണരുന്നത്, ചിലപ്പോൾ വലിയ സങ്കടത്തോടെ. എന്നാൽ ഓർക്കുക, ഇത് വെറും ഒരു യാദൃശ്ചികതയല്ല, വെറും ഭാവനയുമല്ല. മഹാനായ സൂഫി പണ്ഡിതൻ ഇബ്നു അറബി പഠിപ്പിക്കുന്നത് നോക്കൂ. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ അനുമതിയോടെ മാലാഖമാർ എത്തിക്കുന്ന അതിമനോഹരമായ സന്ദേശങ്ങളാണവ. സ്വപ്നത്തിൽ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആ രൂപം, ആ ശബ്ദം, അവരുടെ ഓരോ ചലനങ്ങളും എല്ലാം തന്നെ ഒരു വലിയ അള്ളാഹു നൽകുന്ന സന്ദേശത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് നമ്മൾ ആ സന്ദേശങ്ങളെ അടുത്തറിയാൻ പോവുകയാണ്. അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണോ, അതോ നിങ്ങളെ ആശ്വസിപ്പിക്കാനാണോ? ഒരു മുന്നറിയിപ്പാണോ, അതോ ആത്മാക്കൾ തമ്മിലുള്ള പൊരുത്തപ്പെടലാണോ? വിടവാങ്ങലോ അതോ വഴി നടത്തലോ? സ്വപ്നത്തിലൂടെ അള്ളാഹു നിങ്ങളെ സ്നേഹത്തോടെ തലോടുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കാരുണ്യത്തിൻ്റെ ഒരു പ്രകാശം അവൻ അയക്കുകയാണ്. ആ പ്രകാശത്തെ അനുഭവിക്കാൻ, ആ ഹൃദയബന്ധത്തിൻ്റെ അഗാധതകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കിന്ന് ഈ യാത്ര ആരംഭിക്കാം. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിലൂടെ ആ വലിയ രഹസ്യങ്ങളിലേക്ക്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എത്ര രാത്രികളിൽ നിങ്ങൾ ഉണർന്ന് ഞാൻ എൻ്റെ പിതാവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഉമ്മയെ സ്വപ്നം കണ്ടു എന്ന് മന്ത്രിച്ചിട്ടുണ്ടാകും. എത്ര പ്രഭാതങ്ങളിൽ അവരുടെ വാക്കുകൾ ഓർക്കാൻ ശ്രമിക്കുകയും അവ മാഞ്ഞു പോകുമ്പോൾ ഖേദിക്കുകയും ചെയ്തിട്ടുണ്ടാകും. ഒരുപക്ഷെ ഇപ്പോൾ പോലും നിങ്ങളൊരു സ്വപ്നം ഓർക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഉപ്പാപ്പ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം തിളക്കമുള്ളതും ജീവസുത്തതുമാണ്. അദ്ദേഹത്തിൻ്റെ കൈ നിങ്ങളുടെ കയ്യിൽ ചേർന്നിരിക്കുന്നു. ശബ്ദം നിങ്ങൾ ഓർക്കുന്നത് പോലെ തന്നെയാണ്. അത് യഥാർത്ഥമാണെന്ന് തോന്നി, അത് യഥാർത്ഥമായിരുന്നു. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല. കാരണം ഇബ്നു അറബി ഒരു പണ്ഡിതൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു വലിയായിരുന്നു. നേരിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് സംസാരിച്ച ഒരു ദർശകനായിരുന്നു. മക്കൻ വെളിപാടുകളുടെ 368-ാം അധ്യായത്തിൽ മരിച്ചവർ നമ്മുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം വിശദമായി വിവരിച്ചു. അദ്ദേഹം എഴുതി, ജനങ്ങൾ സ്വപ്നത്തിൽ മരിച്ചവരെ കാണുമ്പോൾ തങ്ങൾ ആ വ്യക്തിയെയാണ് കാണുന്നത് എന്നവർ വിചാരിക്കുന്നു. എന്നാൽ അവർ സംസാരിക്കുന്നത് ഒരു മാലാഖയോടാണ്. അതെ, ഒരു മാലാഖയോട്. നിങ്ങളുടെ മൺമറഞ്ഞുപോയ പിതാവിനെ കണ്ടു എന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ സത്യത്തിൽ ഒരു മാലാഖ അദ്ദേഹത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ഇബ്നു അറബി വിശദീകരിക്കുന്നത് പോലെ, മൺമറഞ്ഞവരുടെ ആത്മാക്കൾ ലോകങ്ങൾക്കിടയിലുള്ള ബർസഖ് എന്ന മണ്ഡലത്തിലാണ് വസിക്കുന്നത്. ഭൗതിക ലോകത്തിനും ബർസഖിനുമിടയിൽ വലിയൊരു മറയുണ്ട്. മരിച്ചവർക്ക് മറികടക്കാൻ കഴിയാത്തത്ര വലിയൊരു തടസ്സം. ഖുർആൻ തന്നെ പറയുന്നു, പുനരുത്ഥാന ദിവസം വരെ അവർക്ക് മുന്നിൽ ഒരു മറയുണ്ട് എന്ന്. മൺമറഞ്ഞവർ പരലോകത്തിൻ്റെ സൂക്ഷ്മലോകത്ത് കാലാവസാനം വരെ അവിടെ തുടരുന്നു. അവർക്ക് ഭൗതിക ലോകത്തേക്ക് മടങ്ങാൻ കഴിയില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ അവരുടെ സ്ഥാനത്ത് ഒരു ദൂതനെ അയക്കാൻ കഴിയും. അതിനാൽ നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങളെ സന്ദർശിക്കുന്നത് മരിച്ചവരുടെ ആത്മാവല്ല, അവരുടെ രൂപം ധരിച്ച ഒരു മാലാഖയാണ്. ആ മാലാഖ അവരുടെ ശബ്ദം, ചലനങ്ങൾ, അവരുടെ സാന്നിധ്യത്തിൻ്റെ സുഗന്ധം വരെയും വഹിക്കുന്നു. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു രഹസ്യം രൂപകൽപ്പിച്ചത്? കാരണം മരിച്ചവർക്ക് ഇനി ഈ ലോകത്തിനുമേൽ അധികാരമില്ല. അവർ പരലോകത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ യഥാർത്ഥ രൂപം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. ഭൗതിക പരിമിതികളാൽ ബന്ധിക്കപ്പെട്ട നിങ്ങളുടെ ശരീരം വിറയ്ക്കും. അതിനാൽ കാരുണ്യത്താൽ മാലാഖ ഒരു പാലമായി മാറുന്നു, ലോകങ്ങൾക്കിടയിലുള്ള ഒരു വിവർത്തകനായി മാറുന്നു. സന്ദേശം കൈമാറുന്നതിനിടയിൽ നിങ്ങളെ സംരക്ഷിക്കുന്നു. ആത്മാക്കളുടെ ലോകത്തുള്ള നിങ്ങളുടെ പിതാവിനെ സങ്കല്പിക്കുക. അദ്ദേഹം ഇപ്പോൾ ദൈവിക പ്രകാശത്താൽ തിളങ്ങുന്നുണ്ടാകാം. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തോട്ടങ്ങളിൽ നടക്കുന്നുണ്ടാകാം. മാലാഖമാരോട് സംസാരിക്കുന്നുണ്ടാകാം. അത്തരമൊരു ജീവൻ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞെന്നു വരില്ല. അതിനാൽ അള്ളാഹു കൽപ്പിക്കുന്നു, ഒരു മാലാഖ അദ്ദേഹത്തിൻ്റെ പരിചിത രൂപം സ്വീകരിക്കട്ടെ. അതിലൂടെ നിനക്ക് തിരിച്ചറിയാനും ആശ്വസിക്കാനും കഴിയട്ടെ. ഇത് അളവറ്റ കാരുണ്യമാണെന്ന് ഇബ്നു അറബി പറയുന്നു. കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കുമ്പോൾ ആ വിരഹം വളരെ ഭാരമേറിയതാകുമ്പോൾ അള്ളാഹു ആ ആഗ്രഹത്തിന് സൗമ്യമായി ഉത്തരം നൽകുന്നു. നിങ്ങളുടെ ഹൃദയത്തിന് അല്പം വിശ്രമം ലഭിക്കാനായി അവരുടെ രൂപത്തിൽ ഒരു ദൂതനെ അവൻ അയക്കുന്നു. ഈ മാലാഖമാർ പ്രത്യക്ഷപ്പെടുക മാത്രമല്ല, സംസാരിക്കുകയും ചെയ്യുന്നു. അവർ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ അർത്ഥമുണ്ട്. ഇബ്നു അറബി പഠിപ്പിച്ചു, സ്വപ്നത്തിൽ മരിച്ചവരെ കാണുമ്പോൾ അവരുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുക. അതൊരിക്കലും യാദൃശ്ചികമല്ല. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന രൂപത്തിലൂടെ അള്ളാഹു നൽകുന്ന സന്ദേശമാണത്. എന്താണ് ഈ സന്ദേശങ്ങൾ? 7 തരം സന്ദേശങ്ങൾ അദ്ദേഹം പട്ടികപ്പെടുത്തി.
ഓരോന്നും സ്വപ്നത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വെളിപാടുകളാണ്. ആദ്യത്തെ സന്ദേശം പ്രാർത്ഥനയ്ക്കായുള്ള വിളി. മരിച്ചുപോയ ഒരാളെ നിങ്ങൾ സ്വപ്നം കാണുകയും അവർ വിഷമിച്ചതായി കാണപ്പെടുകയോ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ ബർസക്ക് ലോകത്തുള്ള അവരുടെ ആത്മാവ് നിങ്ങളുടെ സഹായം തേടുകയാണെന്ന് മനസ്സിലാക്കുക. ഇബ്നു അറബി പറഞ്ഞു, അത്തരമൊരു സ്വപ്നം കണ്ടാൽ വൈകിക്കരുത്. അവർക്കായി ഉടൻ പ്രാർത്ഥിക്കുക. അവരുടെ പേരിൽ ദാനം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്ത് അതിൻ്റെ പ്രതിഫലം അവർക്കു നൽകുക. കാരണം ആ നിമിഷം നിങ്ങളുടെ പ്രാർത്ഥന ഒരു പാലമായി മാറുന്നു, മറയ്ക്കപ്പുറം അവരിലേക്കെത്തുന്ന ഒരു പ്രകാശമായി മാറുന്നു. രണ്ടാമത്തെ സന്ദേശം ശുഭവാർത്ത. നിങ്ങൾ സ്നേഹിക്കുന്നയാൾ പ്രസന്നനായി പുഞ്ചിരിയോടെ പ്രകാശത്തിലും സമാധാനത്തിലും പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത് അവരുടെ ക്ഷേമം അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇബ്നു അറബി പറഞ്ഞു, കൃതജ്ഞതയുള്ളവരായിരിക്കുക. കാരണം ഇത് ഞാൻ കാരുണ്യത്തിലാണ്, ഞാൻ സമാധാനത്തിലാണ് എന്നവർ നിങ്ങളോട് പറയുന്ന രീതിയാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ആമീൻ എന്ന് പറയുക. മൂന്നാമത്തെ സന്ദേശം ഒരു മുന്നറിയിപ്പ്. ചിലപ്പോൾ മൺമറഞ്ഞവർ വരുന്നത് ആശ്വസിപ്പിക്കാനല്ല, മറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ്. അവർ നിങ്ങളോട് പറഞ്ഞേക്കാം, അങ്ങോട്ട് പോകരുത്, അല്ലെങ്കിൽ സൂക്ഷിക്കണം. ഇബ്നു അറബി പറഞ്ഞു, ഇവ ദൈവികമായ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ്. ബർസക്കിലെ ആത്മാക്കൾ നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. മാലാഖമാരിലൂടെ അവർ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നാലാമത്തെ സന്ദേശം പൊരുത്തപ്പെടൽ. മരിച്ചുപോയ പ്രിയപ്പെട്ടയാൾ എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്നതായി നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ സമാധാനത്തിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇബ്നു അറബി പറഞ്ഞു, നിങ്ങൾ ഉണരുമ്പോൾ ഉടൻ പ്രാർത്ഥിക്കുക, ഓ നാഥ, ഞങ്ങൾക്കിടയിലുള്ള അവകാശങ്ങൾ തീർപ്പാക്കണമേ, എന്നോടും അവരോടും ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന രണ്ട് ലോകങ്ങൾക്കിടയിലുള്ള ഇടം ശുദ്ധീകരിക്കുന്നു. അഞ്ചാമത്തെ സന്ദേശം വിടപായൽ. ചിലപ്പോൾ മരിച്ചവർ നിശബ്ദരായി പ്രത്യക്ഷപ്പെടും. അവർ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, നിങ്ങളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കുന്നു, ഒന്നും പറയുന്നില്ല. ഇബ്നു അറബി പറഞ്ഞു, ഇതൊരു വിടപായലാണ്, നിങ്ങളുടെ ഹൃദയത്തിനായുള്ള ഒരു പരീക്ഷണം, നിങ്ങൾ ഉടൻ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒന്നിനായുള്ള തയ്യാറെടുപ്പ്. ഇതിൻ്റെ അർത്ഥം തയ്യാറായിരിക്കുക എന്നാണ്. വീണ്ടും വിട്ടുകൊടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം. ആറാമത്തെ സന്ദേശം മാർഗനിർദ്ദേശം. മൺമറഞ്ഞവർ നിങ്ങൾക്കൊരു പുസ്തകം നൽകുകയോ ഒരു സ്ഥലം കാണിച്ചു തരികയോ അല്ലെങ്കിൽ ഒന്നിനു നേരെ വിരൽ ചൂണ്ടുകയോ ചെയ്യുമ്പോൾ ഇബ്നു അറബി പറഞ്ഞു, അത്തരം സ്വപ്നങ്ങൾ അറിവുമായി ബന്ധപ്പെട്ടതാണ്. അവ നിങ്ങളെ ജ്ഞാനത്തിലേക്കും ആരാധനയിലേക്കും ശരിയായ കർമ്മത്തിലേക്കും വിളിക്കുന്നു. ഏഴാമത്തേത് ആത്മീയ സന്ദർശനം. ചിലപ്പോൾ അവർ സംസാരിക്കുകയില്ല, അവർ ശാന്തരായി ഗൗരവത്തോടെ നോക്കി നിൽക്കുന്നു. അറബി പറഞ്ഞു, ഇത് വാക്കുകളുടെ സ്വപ്നമല്ല, മറിച്ച് സാന്നിധ്യത്തിൻ്റെ സന്ദർശനമാണ്. അല്ലാഹുവിൻ്റെ അനുമതിയോടെ മാലാഖമാർ അവരുടെ രൂപം ഒരു ദൈവിക സാന്നിധ്യത്തിൻ്റെ നിമിഷമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എന്നാൽ ഇനിയും ചില കാര്യങ്ങളുണ്ട്. ഇബ്നു അറബി സൂക്ഷ്മവും എന്നാൽ പ്രധാനവുമായ ഒന്ന് വെളിപ്പെടുത്തി. സ്വപ്നം കാണുന്ന സമയം പ്രധാനമാണ്. അദ്ദേഹം എഴുതി, ഏറ്റവും സത്യസന്ധമായ സ്വപ്നങ്ങൾ പുലർച്ചെ ഉണ്ടാകുന്നവയാണ്. കാരണം ആ സമയത്ത് പിശാചുകൾക്ക് ശക്തിയില്ല. മാലാഖമാരാണ് രാത്രി ഭരിക്കുന്നത്. രാവിലെ ആകുന്നതിന് മുൻപുള്ള സ്വപ്നങ്ങൾ സത്യത്തെ വഹിക്കുന്നു. രാത്രിയുടെ അഗാധത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും കലങ്ങിയതും അവ്യക്തവുമാണ്. കാരണം അപ്പോൾ മനസ്സ് അശാന്തമാണ്. വെള്ളിയാഴ്ച രാത്രികളിൽ കാണുന്ന സ്വപ്നങ്ങൾ പ്രത്യേകതയുള്ളതാണ്. കാരണം അന്ന് മാലാഖമാർ വലിയ തോതിൽ ഇറങ്ങി വരികയും ദൈവിക കാരുണ്യം നിറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ വെള്ളിയാഴ്ച സ്വപ്നങ്ങൾ ശ്രദ്ധിക്കുക. ഇബ്നു അറബി എഴുതി, അവ അനുഗ്രഹീതമാണ്. ലൈലത്തുൽ ഖദർ തരത്തിലുള്ള വിശുദ്ധ രാത്രികളിൽ കാണുന്ന സ്വപ്നങ്ങളും അങ്ങനെ തന്നെ. അത്തരം രാത്രികളിൽ ലോകങ്ങൾക്കിടയിലുള്ള മറ മൃദുവാവുകയും മൺമറഞ്ഞവരുടെ അവസ്ഥകൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തേക്കാം. അത്തരമൊരു സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? ഇബ്നു അറബിയുടെ ഉപദേശം വ്യക്തമാണ്. സൗമ്യമായി ഉണർന്ന് അവർക്കായി പ്രാർത്ഥിക്കുക. പറയുക, അല്ലാഹുവേ, നിന്റെ കാരുണ്യത്താൽ അവരോട് ക്ഷമിക്കണമേ, അവരുടെ കബറുകൾ പ്രകാശപൂർണമാക്കണമേ, പരലോകത്ത് അവരുടെ പദവി ഉയർത്തണമേ, അവരുടെ പേരിൽ ദാനം നൽകുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക, ആരുടെയെങ്കിലും ഭാരം കുറയ്ക്കുക. സൂറ ഫാത്തിഹ, ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നിവ ഓതി അതിൻ്റെ പ്രതിഫലം അവരുടെ ആത്മാവിന് നൽകുക. നിങ്ങൾ തമ്മിൽ പിണക്കമുണ്ടായിരുന്നുവെങ്കിൽ പൊരുത്തപ്പെടലിനായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്വപ്നം എല്ലാവരോടും പറയരുത്. വിശ്വാസത്തിൽ ആത്മാർത്ഥതയുള്ളവരോട് മാത്രം പറയുക. കാരണം അല്ലാഹു നിങ്ങൾക്ക് ആ സ്വപ്നം കാണിച്ചു തന്നതിന് ഒരു കാരണമുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ പഠിപ്പിക്കാൻ, ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ, അല്ലെങ്കിൽ സ്നേഹം ഒരിക്കലും മരിക്കില്ലെന്നും രൂപം മാറുന്നതേയുള്ളൂ എന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ. അറബി 3 സാധാരണ തെറ്റുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. 1.
മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെ ഉപദ്രവിക്കാൻ കഴിയുമെന്ന വിശ്വാസം. അദ്ദേഹം പറഞ്ഞു, അത് തെറ്റാണ്. മരിച്ചവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും നിങ്ങൾ കണ്ടാൽ അത് അവരല്ല, അത് അഹന്തയുടെയോ അല്ലെങ്കിൽ പിശാചിൻ്റെയോ വഞ്ചനയാണ്. 2. മരിച്ചവരെ കാണുന്നത് ദൗർഭാഗ്യത്തിൻ്റെ ലക്ഷണമാണെന്ന വിശ്വാസം. അദ്ദേഹം പറഞ്ഞു, അത് അജ്ഞതയാണ്. മരിച്ചവരെ കാണുന്നത് ദൗർഭാഗ്യമല്ല, അത് അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യവും സമ്മാനവുമാണ്. 3. എല്ലാ സ്വപ്നങ്ങളും സത്യമാണെന്ന ധാരണ. ഇല്ല, അദ്ദേഹം പറഞ്ഞു, ചില സ്വപ്നങ്ങൾ അഹന്തയിൽ നിന്നുള്ളതാണ്, ചിലത് പിശാചിൽ നിന്ന്, ചിലത് അല്ലാഹുവിൽ നിന്ന്. വ്യത്യാസം എങ്ങനെ അറിയാം? അത് നിങ്ങളിൽ ഭയം നിറയ്ക്കുന്നുവെങ്കിൽ അത് പിശാചിൽ നിന്നാണ്. അത് നിങ്ങളെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് പിശാചിൽ നിന്നാണ്. അത് നിങ്ങളെ പ്രാർത്ഥനയിലേക്കോ ചിന്തയിലേക്കോ സമാധാനത്തിലേക്കോ വിളിക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിൽ നിന്നാണ്. അത് നിങ്ങളിൽ ശാന്തി നൽകുന്നുവെങ്കിൽ അത് ഏറ്റവും കരുണാമയനായ അല്ലാഹുവിൽ നിന്ന് വന്നതാണ്. അതിനാൽ എൻ്റെ പ്രിയ സുഹൃത്തെ, ഇബ്നു അറബി നമ്മെ ഇത് പഠിപ്പിച്ചു. സ്വപ്നത്തിൽ മരിച്ചവരെ കാണുക എന്നാൽ മാലാഖമാരോട് സംസാരിക്കുക എന്നാണ്. ആ മാലാഖമാർ അല്ലാഹുവിൻ്റെ അനുമതിയോടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കാരുണ്യത്തിൻ്റെ സന്ദേശങ്ങൾ കൊണ്ടുവരുന്നു. സ്വപ്നത്തിലൂടെ വരുന്ന ഓരോ സന്ദേശവും പവിത്രമാണ്. അത് മറക്കരുത്, ബഹുമാനിക്കണം. മൺമറഞ്ഞവരെ കാണുമ്പോൾ അവർക്കായി പ്രാർത്ഥിക്കുക, ദാനം നൽകുക, ഖുർആൻ ഓതുക. കാരണം ആ നിമിഷം ബർസഖിലേക്ക് പ്രകാശമെത്തിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. ഏറ്റവും സത്യസന്ധമായ സ്വപ്നങ്ങൾ, അറബി പറഞ്ഞു, പ്രഭാതത്തിന് തൊട്ടുമുമ്പ് കാണുന്നവയാണ്. പിശാചുക്കൾ നിശബ്ദരാകുകയും മാലാഖമാർ ചക്രവാളം ഭരിക്കുകയും ചെയ്യുമ്പോൾ. മരിച്ചവരെ കാണുന്നത് ദൗർഭാഗ്യമല്ല, അതൊരു കാരുണ്യമാണ്. കാലത്തിനപ്പുറം ഹൃദയങ്ങളെ കണ്ടുമുട്ടാൻ അനുവദിക്കുന്നവനിൽ നിന്നുള്ള സമ്മാനമാണ്. എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ. മരിച്ചവരെ സ്വപ്നത്തിൽ കാണുന്നത് ഒരിക്കലും ഒരു ദൗർഭാഗ്യമല്ല, പകരം അത് അല്ലാഹുവിൻ്റെ വലിയൊരു കാരുണ്യമാണ്. സ്വപ്നത്തിൽ അവർ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് അല്ലാഹു നിങ്ങളെ ഒരു പുണ്യകർമ്മത്തിലേക്ക് വിളിക്കുകയാണ്. അവർക്കായി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ദാനം നൽകാൻ, അല്ലെങ്കിൽ നിലനിൽക്കുന്ന പിണക്കങ്ങൾ തീർത്ത് പൊരുത്തപ്പെടാൻ. മഹാനായ ഇബ്നു അറബി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എത്ര മനോഹരമാണ്. ഓരോ സ്വപ്നവും അദൃശ്യലോകത്തു നിന്ന് നിങ്ങൾക്കായുള്ള ഒരു കത്താണ്. നിങ്ങളുടെ ഹൃദയം കൊണ്ട് ആ കത്ത് വായിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളെ വലിയ സത്യങ്ങളിലേക്ക് നയിക്കും. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ ഒരു പ്രാർത്ഥന കൂടി മനസ്സാവാച മന്ത്രിക്കുക. അല്ലാഹുവേ, എനിക്ക് സത്യസന്ധമായ സ്വപ്നങ്ങൾ കാണിച്ചു തരണമേ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് നീ മാപ്പ് നൽകണമേ. അവർക്കും ഞങ്ങൾക്കുമിടയിൽ പൂർണ്ണമായ പൊരുത്തപ്പെടൽ നൽകണമേ. നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ എല്ലാവരെയും ഒന്നായി ചേർക്കണമേ. ആമീൻ. ഓർക്കുക, നിങ്ങളുടെ ഒരു ചെറിയ പ്രാർത്ഥന മതിയാകും മറ്റൊരാളുടെ ഖബറിൽ വലിയൊരു പ്രകാശമായി മാറാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശയർപ്പിച്ചു മുന്നോട്ട് നീങ്ങുക. വിശ്വാസത്തിൽ കൂടുതൽ കരുത്തരാകുക. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ്, സമാനമായ മറ്റൊരാത്മീയ യാത്രയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.